ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻട്രാക്ഷൻ്റെ ചാപ്റ്റർ 3 എവല്യൂഷൻ ഓഫ് ഇൻട്രാക്ഷന് അതിനകത്ത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. എന്താണ് യൂസബിലിറ്റി ടെസ്റ്റിംഗ്? യൂസബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിൻ്റെ ഇഷ്യൂസ് യൂസറിന് മനസ്സിലായിട്ടുണ്ടോ, യൂസറിൻ്റെ ബിഹേവിയറിനൊക്കെ അണ്ടർസ്റ്റാൻഡബിൾ ആണോ, യൂസറിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും ഒരു സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമ്പോൾ ആ യൂസ് ചെയ്യാനുള്ള എബിലിറ്റീസിനെ എല്ലാം ടെസ്റ്റ് ചെയ്യുന്നതാണ് യൂസബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഹ്യൂറിസ്റ്റിക് ഇവാലുവേഷൻ ഉണ്ട്. ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ യൂസബിലിറ്റി പ്രിൻസിപ്പിൾസ് ഉണ്ട് കുറച്ച്. ഈ പ്രിൻസിപ്പിൾ നമ്മൾ സിസ്റ്റം എക്സ്പേർട്സ് ചെക്ക് ചെയ്യും. സിസ്റ്റം ഈ പ്രിൻസിപ്പിൾസ് എല്ലാം ഇവാലുവേറ്റ് ചെയ്യും, സിസ്റ്റത്തെ ഇവാലുവേറ്റ് ചെയ്യും. ഈ പ്രിൻസിപ്പിൾസൊക്കെ വെച്ചിട്ടാണോ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തേ, ഇതിനെന്തെങ്കിലും പൊട്ടൻഷ്യൽ യൂസബിലിറ്റി പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഹ്യൂറിസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. വാക്ക് ത്രൂ എന്ന് പറയുന്നതുണ്ട്. വാക്ക് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടെക്നിക്കാണ്. ഇവിടെ നമ്മുടെ ഒരു യൂസറിന് ടാസ്ക് കൊടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് യൂസർ എങ്ങനെ അതിനെ നാവിഗേറ്റ് ചെയ്യുന്നു, യൂസറിന് അതിൻ്റെ ഫങ്ഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, യൂസറിന് ആൻസറബിൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വാക്ക് ത്രൂ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രഡിക്റ്റീവ് മോഡൽസ് ഉണ്ട്. പ്രഡിക്റ്റീവ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ഡേറ്റ വെച്ചിട്ട് ഫ്യൂച്ചറിൽ ഇന്നത് ചെയ്യാമെന്ന് യൂസറിൻ്റെ പാസ്റ്റ് ഡേറ്റ വെച്ചിട്ട് ഫ്യൂച്ചറിൽ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്നുള്ള ഒരു പ്രഡിക്ഷനാണ് പ്രഡിക്റ്റീവ് മോഡൽ എന്ന് പറയുന്നത്. കൊഗ്നിറ്റീവ് മോഡലുണ്ട്. കൊഗ്നിറ്റീവ് മോഡൽ എങ്ങനെ യൂസർ തിങ്ക് ചെയ്യും, എങ്ങനെ യൂസർ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്, ഇത് ഒക്കെ നേരത്തെ മോഡൽ ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ കൊഗ്നിറ്റീവ് മോഡൽ എന്ന് പറയുന്നത്. സോഷ്യോ ഓർഗനൈസേഷണൽ ഇഷ്യൂ, അതായത് ഇപ്പോൾ ഒരു കമ്പനി, ആ കമ്പനിയുടെ കൾച്ചറും അതിൻ്റെ സ്ട്രക്ചറും എല്ലാം വെച്ചിട്ട് എങ്ങനെ ഒരു യൂസറിന് അത് ഇൻട്രാക്ട് ചെയ്യുന്നു, സിസ്റ്റത്തെ ഇൻട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്തു, എങ്ങനെ ഒരു യൂസറിൻ്റെ ഫീഡ്ബാക്കിനെ ഇൻകോർപ്പറേറ്റഡ് ചെയ്യുന്നത്, ഇതൊക്കെ പറയുന്നതാണ് സോഷ്യോ ഓർഗനൈസേഷണൽ ഇഷ്യൂ. ഇനി സ്റ്റാക്ക് ഹോൾഡർ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പം അതിൻ്റെ സ്റ്റാക്ക് ഹോൾഡർ, അതായത് യൂസറിൻ്റെ നീഡ്സ് എന്തൊക്കെയാണ്, യൂസറിന് എന്തൊക്കെ ഗോൾസ് ഉണ്ട്, എന്തൊക്കെ എക്സെപ്റ്റേഷനാണുള്ളത്. ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആയിരിക്കാം, ചിലപ്പോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൻ്റെ ആയിരിക്കും ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സ്റ്റാക്ക് ഹോൾഡർ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അവരെന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് പറയുന്നത്, അതാണ് സ്റ്റാക്ക് ഹോൾഡർ റിക്വയർമെൻറ്റ്സ്.